സ്നേഹം, ആർദ്രത, കരുണ എല്ലാം ഈ ഇന്ത്യ മഹാരാജ്യത്തിൽ 1500-ലധികം ജാതി മതങ്ങളുണ്ട്. നാനാത്വത്തിൽ ഏകത്വം എല്ലാവരും ഒന്നിച്ചു പോകുന്നു. പക്ഷെ പുതിയ തരത്തിലുള്ള ഞാൻ പ്രസംഗിച്ച് പറഞ്ഞ പോലെ തന്നെ ചില കവിതകൾ, ചില ആൾക്കാരുടെ ചില കവിതകൾ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് എന്ന് പറയുന്നത് ആർദ്രതയോ കരുണയോ സ്നേഹമോ സഹാനുഭൂതിയോ അതൊന്നും പലപ്പോഴും കാണില്ല. ഒരുതരം വൈരാഗ്യം, ദേഷ്യം, വെറുപ്പ്, അല്ലെങ്കിൽ എന്താ വെച്ചാൽ നശിപ്പിക്കുന്ന തരത്തിലുള്ള ചില വാക്കുകൾ പദ്യം പോലെയുള്ള പദ്യമാണ്. നമ്മൾ മുമ്പൊക്കെ ഗദ്യം ഗദ്യം പോലെയുള്ള പദ്യങ്ങളൊക്കെ മുമ്പ് നമ്മൾ ചെറുശ്ശേരി എഴുത്തച്ഛൻ, കുമാരനാശാൻ, വള്ളത്തോൾ ഇവരുടെയൊക്കെ കവിതകൾ വരുമ്പോൾ അതിനകത്ത് കവിത്വം ഉണ്ടായിരുന്നു. ONV കുറുപ്പിക്കാർ, സുഗതം ടീച്ചർ ഇവരുടെയൊക്കെ കവിത്വം ഉണ്ടായിരുന്നു. പക്ഷെ ഇങ്ങനെ ചില കവിതകൾ നമ്മൾ വായിക്കുമ്പോൾ അതിനകത്ത് ചില സ്ഥലങ്ങൾ വരുമ്പോൾ അതിലൊരു കവിത്വം, അല്ലെങ്കിൽ ഒരു ആർദ്രത, അല്ലെങ്കിൽ ഒരു സ്നേഹം, സഹാനുഭൂതി, ഒരു സഹിഷ്ണുത അതൊന്നും കാണാൻ പറ്റുന്നതായിട്ട് എനിക്ക് തോന്നിയില്ല. അതൊക്കെ നല്ലതാണ്. റാപ്പായാലും പോപ്പായാലും റോപ്പായാലും എന്ത് തന്നെയായാലും പുതിയ ജനറേഷനിൽ ആസ്വദിക്കുന്നില്ല. പാട്ട് നമുക്ക് ആസ്വദിക്കാം, അത് സംശയമൊന്നുമില്ല. എന്താണ് പറഞ്ഞതെന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഞാനിപ്പോൾ ന്യൂസ് കൂടുതലായി കാണാറില്ല. കണ്ട എന്തെങ്കിലും പ്രതികരിക്കുകയുള്ളൂ. ഇതിങ്ങനെ ഒരു അനിയൻ, നമ്മുടെ അനിയൻ പയ്യൻ്റെ പേര് ഇങ്ങനെ വന്നപ്പോൾ ഇതെന്താണെന്ന് അന്വേഷിക്കാനായിട്ട് കയറിയപ്പോഴാണ് പറഞ്ഞത്. എൻ്റെ അനിയനെ പോലെയാണ്, എനിക്കിഷ്ടമാണ്. പുള്ളിയുടെ കവിതകളിലെ പല വരികളിലെ അർത്ഥങ്ങളും എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും നല്ല സ്നേഹത്തോടെയും സഹകരണത്തോടെയും പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിൽ ചില വാക്കുകൾ, വിദ്വേഷത്തോടെയുള്ള ചില വാക്കുകൾ വരുന്നത് ഒന്ന് ശ്രദ്ധിച്ചാൽ നല്ലതായിരുന്നു. അതെ, എനിക്ക് തോന്നി വരണം പുള്ളി ഒറ്റയ്ക്കല്ല ഈ കവിത എഴുതുമ്പോൾ അല്ലെങ്കിൽ കവിത രചിക്കുമ്പോൾ ഇതിൻ്റെ പുറകിൽ വേറെ ചിലരുണ്ടാകുമോ എന്നെനിക്കൊരു ഡൗട്ടുണ്ട്. ആരെങ്കിലും ഒക്കെ ഉണ്ടോ എന്നും കൂടെ അന്വേഷിക്കണം. ഇതിൻ്റെ പുറകിൽ ആരെങ്കിലും ഒക്കെ ഉണ്ടോ? ഇപ്പം നമ്മളൊരു ലഹരിയുടെ കാര്യം പറയുമ്പോൾ ഒരാൾ മാത്രമായിട്ടല്ല ലഹരിയുടെ പുറകിലൊരു ടീം ഉണ്ടാകും. സാറ് പറഞ്ഞായിരുന്നു എനിക്ക് വേദന അറിയില്ല. സത്യം പറഞ്ഞാൽ എനിക്ക് വേദന അറിയത്തില്ലായിരുന്നു. ഇഷ്യൂ വന്നവിടെ അറിയാവുന്ന, പക്ഷെ നമ്മൾ അറിയില്ലെന്ന് പറഞ്ഞാൽ നമ്മൾ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അറിയില്ല എന്ന് പറഞ്ഞാൽ ഉടനെ വലിച്ചു കീറാൻ യൂട്യൂബിൻ്റെ ശ്രീകുമാറിനെ പറഞ്ഞു. അപ്പോഴാണ് ഞാൻ ഒരു അതുല്യ ഒരു ഗായകനെ വളരെ മോശമായിട്ട് ചീത്ത പറയുന്നുണ്ട്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു യൂട്യൂബിന്റെ താഴെ വന്നിട്ട് 10% താഴെ വരുന്ന കുറച്ച് പേരാണ് ഈ വകതിരിവില്ലായ്മ, തെറി വിളിക്കൽ, അനാവശ്യം പറയുന്നത്. നമ്മളൊക്കെ എന്തുമാത്രം സാമൂഹ്യ പ്രവർത്തനം നടത്തി നന്മ പ്രവർത്തിച്ചു നടക്കുന്നത്. നന്മ മരമൊന്നുമില്ലെങ്കിലും ജീവിതം സമൂഹത്തിന് വേണ്ടി മാനവസേവ, മാധവസേവ എന്ന് പറഞ്ഞ് നടത്തുന്ന ആളാണ്. പാവപ്പെട്ടവരെ സഹായിക്കുക എന്നുള്ളത് തന്നെയാണ്. പക്ഷേ എൻ്റെ മുന്നിൽ ജാതിയും അതൊന്നുമില്ല. ഞാൻ എൻ്റെ കണ്ടോ രുദ്രാക്ഷവും കിടപ്പുണ്ട്, കൊരട്ടി മുത്തിയുടെ മാലയും കിടപ്പുണ്ട്. ഇനി സംസം വെള്ളം ഞാൻ കുടിക്കാറുണ്ട്, ആറ്റുമായി ഇത്തപ്പോഴും കഴിക്കാറുണ്ട്. മെക്കയിൽ നിന്ന് കൊണ്ടുവരുന്ന മാല എനിക്ക് കിട്ടി, അത് ഞാൻ കഴിക്കില്ല. എനിക്കതിന് അതിനെക്കുറിച്ച് എനിക്കറിയില്ല. ഞാൻ അതിനെക്കുറിച്ച് ഞാൻ സ്റ്റഡി ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ, ഈ കോൺട്രവേഴ്സി ഉണ്ടാകുന്ന ഏരിയകളിൽ ഞാൻ കൂടുതലായിട്ട് ഇപ്പോൾ ചെയ്യുന്നില്ല. കാരണം സത്യം വിളിച്ച് പറയും. അതിപ്പോഴല്ല, കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് എനിക്ക് വേറെ കുറേ കാര്യങ്ങൾ പറയാനായിട്ടുണ്ട്. തൽക്കാലം ഞാനിപ്പോൾ അതിനെക്കുറിച്ച് എനിക്ക് അതിനൊന്നറിയില്ല. പക്ഷെ ഞാൻ ആ പാട്ടുകൾ ഇങ്ങനെ ശ്രദ്ധിച്ചപ്പോൾ നല്ല വരികളാണ്. പക്ഷെ വരികളുടെ ഇടയിലുള്ള ചില വരികൾ ചില വരികൾ വേദന ഉണ്ടാക്കിയില്ല, അല്ലെങ്കിൽ വേദന ഉണ്ടാക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് ആൾ നല്ല വ്യക്തിയാണ്, എനിക്ക് ആ പുള്ളിയെ ഇഷ്ടമാണ്, എൻ്റെ അനിയനെ പോലെ തന്നെയാണ്. പക്ഷെ കവിതകളൊന്ന് ശ്രദ്ധിച്ചാൽ, കവിതകൾ രചിക്കുമ്പോൾ, പാട്ടുകൾ രചിക്കുമ്പോൾ അതിലെ വരികളൊന്ന് ശ്രദ്ധിച്ചാൽ അതെല്ലാം കൃത്യമായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അതും എനിക്കറിയാം. കുറേ പേര് വന്നിട്ട് അത് ആള് ഒരു ഇങ്ങനെ ഒരു ജാതിക്കാരനായതുകൊണ്ടാണ്, അല്ലെങ്കിൽ നമുക്ക് അർത്ഥം ലഹരി ഉപയോഗിക്കുന്നത് ഇപ്പൊ ജാതിയാണോ മതമാണോ നോക്കിയിട്ടല്ലേ. അങ്ങനെയാണ് ആളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ ഗ്ലോറിഫൈ ചെയ്തത്. അതുകൊണ്ട് തന്നെ ആ കേസ് അങ്ങനെ ഇങ്ങനെയൊക്കെ അങ്ങ് പോയി. പക്ഷെ ഒരാൾ ഒരു തെറ്റ് ചെയ്യുമ്പോൾ തെറ്റ് തന്നെയല്ലേ. തെറ്റ് ആര് ചെയ്താലും തെറ്റ് തന്നെയാണ്. ഞാൻ തെറ്റ് ചെയ്യാതെ ബിഗ് ബോസ് കഴിഞ്ഞപ്പോഴത്തേക്ക് എയർപോർട്ടിൽ വന്നിറങ്ങി 2 നിയമ നടപടിയിൽ നേരിട്ട് 67,000 രൂപ ഹൈക്കോടതി പോയി കേസ് തള്ളിക്കളഞ്ഞു. ഞാൻ മനസ്സവാചം അറിയാതെ ആളവിടെ കൂടിയത്, എന്നെ ഉമ്മ വെച്ച സംഭവങ്ങളൊക്കെ അതൊന്നും മനസ്സവാചം അറിയാതെയാണ് ഞാൻ എൻ്റെ പീഡനങ്ങൾ മുഴുവൻ അനുഭവിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇയാളുടെ പാട്ടിലെ പലതും എനിക്ക് എനിക്കത് ഗുണപരമായിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. പക്ഷെ എനിക്കതിലെ വരികൾ ചിലത് ഗുണപരമായി എന്ന് പറഞ്ഞുകൊണ്ട് സമൂഹത്തിന് ആ വരികൾ ദോഷം ഉണ്ടാക്കുന്നതാണെങ്കിൽ അത് ശരിയല്ല എന്ന് പറയുന്നത്. വേടന്റെ സ്ഥാനത്ത് വേറൊരാളെയാണ് ഇതുപോലെ ഒരു ലഹരിയായിട്ട് പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ വളരെയധികം മോശമായ രീതിയിൽ ഫോട്ടോസ്. അല്ല, ഞാൻ പറയുന്നത് ലഹരി എന്ന് പറയുന്നത് ജാതിക്കോ മതത്തിലോ ബന്ധപ്പെടുത്തി പറയേണ്ട ആവശ്യമില്ല. അതിന് ഏറ്റവും മുകളിലുള്ള ആൾ തൊട്ട് ഏറ്റവും താഴെയുള്ള ആൾ വരെ
ഈ പറയുന്ന സിന്തറ്റിക് ഡ്രഗ്സ് ഉപയോഗിക്കുക എന്ന് പറയുന്നത് അത് തെറ്റ് തന്നെയാണ്, അന്യായമാണ്. പക്ഷെ പുള്ളിക്ക് പ്രശസ്തി ഉള്ളത് കൊണ്ടും പുള്ളി ഇങ്ങനെയുള്ള ഒരു അതായത് ഒരു കറുത്ത നിറക്കാരനായതുകൊണ്ട് ആളെ അല്ല, അങ്ങനെ കറുത്ത നിറം എന്ന് പറയാം. കറുത്ത നിറം ഞാൻ ബയോളജി പഠിക്കുന്നത് മെലാനിൻ ഫിൽറ്ററിന്റെ ഏറ്റവും സ്ട്രോങ് എന്ന് പറയുന്നത് ബ്ലാക്കിന്. അതിനെയാണ് ഇങ്ങനെ കൂടുതൽ ബ്ലാക്ക് ബ്യൂട്ടി എന്ന് പറയുന്നതാണ്. ബ്ലാക്ക് ഗോൾഡ്, ബ്ലാക്ക് ബ്യൂട്ടി. മനസ്സിലായി? കറുത്ത മുത്തെന്ന് പറയുന്നത് തന്നെ എന്താണ്? നമ്മുടെ കറുത്ത ഏതൊക്കെ തരത്തിലാണ് കറുപ്പിന് 7 അഴകാണ്. അതുകൊണ്ട് അത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു വിഷയം ഉണ്ടാകുമ്പം ഏറ്റവും കൂടുതൽ സെൻസേഷൻ ആക്കാൻ പറ്റുന്ന വഴി എന്ന് പറയുന്നത് ജാതി കൊണ്ടുവരിക, ഇല്ലെങ്കിൽ രാഷ്ട്രീയം കൊണ്ടുവരിക എന്നുള്ളതാണ് ഒരു തന്ത്രം. അപ്പോൾ ഈ തന്ത്രങ്ങളുടെ ഫലമായിട്ടാണ് ജാതിയും മതവും രാഷ്ട്രീയവും വരുന്നത്. അതാണ് വിവേകാനന്ദ സ്വാമി പറഞ്ഞ കേരളം ഭ്രാന്താലയമാണ്. കേരളം എത്രയൊക്കെ ഡെവലപ്പ് ചെയ്താലും ആരെങ്കിലും എന്ത് ചെയ്യും? ജാതിയും മതവും വിഷം കുത്തിവെച്ചുകൊണ്ടിരിക്കും. പക്ഷെ പുതിയ തലമുറയിലെ പലർക്കും അത് കാര്യങ്ങൾ കൃത്യമായിട്ട് നല്ല രീതിയിൽ അതാ പറഞ്ഞത്. പുതിയ തലമുറയിലെ ഒരുപാട് ആളുകൾ പക്ഷേ കുറച്ചുകൂടെയൊക്കെ കുത്തി നിറയ്ക്കുന്നുണ്ട്, വിഷം കുത്തുന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് ഞാൻ പറഞ്ഞത് ഗുണവും നല്ലതുകൊണ്ട് അതിനകത്തുള്ള കുറച്ച് നെഗറ്റീവ് വശങ്ങളും ഉണ്ട്. ഞാൻ പറഞ്ഞില്ല, എനിക്കത് ഗുണമായിട്ട് കുറേയൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിലും അത് എല്ലാ സമൂഹം എന്ന് പറയുമ്പോൾ ഒരുപാട് പേര് ചെയ്യുന്നതാണ്. സമൂഹത്തിന് ദോഷം ഉണ്ടാകുന്ന ഒരു പരിപാടി ഞാൻ ചെയ്യും. ഞാൻ എനിക്ക് നല്ലതെന്നും സമൂഹത്തിന് നല്ലതെന്ന് തോന്നുന്ന പ്രവർത്തനമൊക്കെ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് വേടൻ എൻ്റെ അനിയനാണ്, അദ്ദേഹം എൻ്റെ സഹോദര തുല്യനാണ്. എനിക്കും ഇതുപോലെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഉള്ളതാണ്. എൻ്റെ കുടുംബത്തിൽ തന്നെ, എൻ്റെ ജനനത്തിൽ തന്നെയും അതുകൊണ്ടൊക്കെയാണ് ഞാനും പലപ്പോഴും പാർശ്വവൽക്കരിച്ച് പോകുന്നതും എന്നെ പലരും ഉയരാൻ സമ്മതിക്കാത്തതും എന്നെ ചിലർ അടിച്ചൊതുക്കിയതും ഒതുക്കുന്നതുമെല്ലാം. അതുകൊണ്ട് ഞാൻ സത്യം പറഞ്ഞാൽ സപ്പോർട്ട് ചെയ്യേണ്ടതാണ് ഈ ഇദ്ദേഹത്തെ ആണെങ്കിലും അതിൻ്റെ കവിതകളാണ്. പക്ഷേ അങ്ങനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് എന്താ പറയുക, ധാർമ്മികത എന്നെ അനുവദിക്കുന്നില്ല. കാരണം ഞാൻ ഒരു ബഹുസ്വരതയിൽ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിനെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് അതിൽ കുറച്ച് കറക്ഷൻ വരുത്തിയാൽ ബെസ്റ്റായിരിക്കും. അത്രയേ ഉള്ളൂ. മോശമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, നല്ലതെന്നും പറഞ്ഞിട്ടില്ല. കുറച്ച് കറക്ഷൻസ് വരുത്തി കഴിഞ്ഞാൽ ബെസ്റ്റായിരിക്കും, അതായിരിക്കും നല്ലത്. പക്ഷെ അതുവരെ കൊണ്ടുപോകുന്ന എനിക്കറിയില്ല. പല പല പ്രോബ്ലംസ് ഉണ്ടാകാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. അതാണ് അതിനകത്തുള്ളത്. ഓക്കെ, താങ്ക് യു, ലവ് യു.